രാവിലെ എണീറ്റ് വന്നപ്പോഴേക്കും ദാ ഒരാളിന്ന് വർക്കിംഗ്, ചോദിച്ചപ്പോൾ വർക്ക് ഫ്രം ഹോം ആണെന്ന് പോലും. എന്നാൽ പിന്നെ എന്തെങ്കിലും പരീക്ഷണമാകാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ഞാനും. നമ്മുടെ മലയാളികൾക്ക് എന്നും ഒരു വികാരമായ മസാല ദോശയാണ് കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ഉള്ളി, പച്ചമുളക്, ക്യാരറ്റ്, കറിവേപ്പില, ഇഞ്ചി. ഇതിൻ്റെ മെയിൻ ഐറ്റം വേറൊന്നുമല്ല കേട്ടോ, പുഴുങ്ങി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ആണ്. സോ ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. പാൻ ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിന് ശേഷം കടുകിടുക. കടുക് പൊട്ടുമ്പോഴേക്കും ഉഴുന്നിടുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ സാധനങ്ങൾ ഇടുക ഓരോന്നോരോന്നായിട്ട്. നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഉള്ളി, പിന്നെ ക്യാരറ്റ്. ഇതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് വഴലണം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് ഉപ്പില്ലാതെ എന്ത് കറി എന്ന് പറയുന്നത് പോലെ ടേസ്റ്റിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി വീണ്ടും നല്ലപോലെ ഇളക്കുക. ഒരു 1/4 കപ്പ് വെള്ളം നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 2-3 മിനിറ്റ് മതി കേട്ടോ. അതിനുശേഷം ഇത് തുറക്കുക. നമുക്ക് ഓൾറെഡി പുഴുങ്ങി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ അതിനകത്തിട്ട് നല്ലപോലെ ഇങ്ങനെ ഇളക്കി ഇളക്കി കുഴച്ച് എടുക്കണം. അത്രേ ഉള്ളൂ, നമ്മുടെ മസാല റെഡിയായി ഗൈസ്. ദോശ ഇല്ലാണ്ട് എന്ത് മസാല? വെള്ളമൊക്കെ തളിച്ച് ഞാനങ്ങോട്ട് പരത്തി എടുക്കാൻ തുടങ്ങി ഗൈസ്. അങ്ങനെ പരത്തി എങ്ങനെയോ ഒരു റൗണ്ടൊക്കെ ആയി. അതിനുശേഷം നെയ്യ് ഒഴിച്ചു. പിന്നെ നമ്മുടെ മസാല അതിങ്ങനെ മുകളിൽ ഇങ്ങനെ ഒരു സൈഡിലായിട്ടാണ് ഞാൻ വെച്ചത്, ഈ എളുപ്പത്തിന് മടക്കാനായിട്ട്. അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ എങ്ങനെയോ ഇത് മടക്കിയെടുത്തു. ഇനി മടക്ക് മാറ്റാണ്ട് എങ്ങനെ ഇത് പ്ലേറ്റിലാക്കാം എന്നായിരുന്നു അടുത്ത ടാസ്ക്. എങ്ങനെയോ ഞാൻ തട്ടി പ്ലേറ്റിലിട്ടു ഗൈസ്. ഇപ്പോൾ ഒരു ഷവർമ ലുക്ക് ഉണ്ടല്ലേ. ഇനി നമുക്ക് ഇച്ചുവിൻ്റെ കുറച്ച് അഭിനയം കാണാം. അത്രേ ഉള്ളൂ ഗൈസ്, തൃപ്തിയായി.